Flowers Adiradi Ulsav Dubai 2026. Get ready Dubai. 24 Newsum Headline Arabian Mediaയും Epic Eventsum 10x Propertiesum ചേർന്നൊരുക്കും. ഓഗസ്റ്റ് 22 ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ Al-Ahli Club, Stadium Metro Station, Al-Qusais, Dubai. Tickets are available on your tickets. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്ക് 971-56478-8475. ചിരിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ശ്വാസം ഒന്ന് അടക്കി പിടിച്ചിരിക്കാം. കാരണം ഒരു കിഡിലൻ കോമ്പിനേഷൻ ആണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. നല്ലൊരു കൈഡി മേടിച്ചോ. കേട്ടോ നമ്മുടെ മനോജ് ചേട്ടനുണ്ട്. മനോജ് വലഞ്ചുഴി, കൊച്ചു പ്രതിഭേട്ടൻ, ഒപ്പം വിഷ്ണു. അടിപൊളി. ഇതായിട്ടും വേറെ നിറനാഴി പൊന്നി മണലാരിൻ നെല്ലി മണ്ണ് പുറത്ത് കാലവർഷം കനക്കുവാ. അത് ഞാൻ നനഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് ചുമക്കുവാ. ഞാനേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പൈസ ഉള്ള ഒരാളാണ്. പ്രമാണി. എന്റെ പേര് പ്രമോദ് പ്രമാണി എന്നാണ്. കാലവർഷം കനത്തത് കാരണം എന്റെ കൃഷികളെല്ലാം വെള്ളത്തിൽ ഒഴിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല കാശുള്ളത് കൊണ്ട്. പിന്നെ എന്റെ കാശ് എങ്ങനെ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു വേലക്കാരൻ നിർത്തിയിട്ടുണ്ട്. അവന്റെ പേര് ഉണ്ണി. എന്റെ ഇടയ്ക്കിടയ്ക്ക് അവന് കിട്ടുന്നതുകൊണ്ട് അവനെ കിട്ടുണ്ണി എന്നാണ് ഞാൻ വിളിക്കുന്നത്. കാരണം ആ ചെറുക്കന് ഉണ്ണാനുണ്ട്, കിടക്കാനുണ്ട്, ഇരിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. സ്വപ്നങ്ങളില്ലാത്ത ഒരു ചെറുക്കൻ എങ്ങനെ അവൻ സ്വപ്നം കാണും? അവനെ ഉറക്കത്തിൽ ഞാൻ അവരെ കണ്ട് പണി ചെയ്യിപ്പിക്കും. ഇപ്പൊ ഒരു ട്രിക്കട്ട് നിങ്ങൾ നോക്കിക്കാണേ അവരെ കണ്ട് ഞാൻ പണി ചെയ്യിപ്പിക്കുന്നത്. കിട്ടുണ്ണി എന്തോ അങ്ങുന്ന് എന്നെ വിളിച്ചോ? അയ്യോ അങ്ങുന്നേ അങ്ങുന്നെ വിളിച്ച പോലെ എനിക്ക് തോന്നി. ഇനി എനിക്ക് തോന്നിയതായിരിക്കും. തിരിച്ചു പോയേക്കാം. ഓ പിന്നെ വിളിച്ചു അങ്ങുന്നേ അങ്ങുന്നേ. അയ്യോ അത് തോന്നിയതല്ലോ. വിളിച്ച് അങ്ങുന്നേ. എപ്പോഴാ ഇനി പൊങ്ങുന്നേ? നീ എങ്ങനെ കണ്ടുപിടിക്കണം? മൂന്നാമത് മുങ്ങിയപ്പോ മുതുക് ഞാൻ കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതായിരുന്നു. പിന്നെ വെള്ളം ചൂടാക്കി. എത്ര ഡിഗ്രി ഒന്നുമില്ല. ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. നിന്റെ ഉന്നത വിദ്യാഭ്യാസത്തിനെ പറ്റിയല്ല ചോദിച്ചത്. എനിക്ക് കുളിക്കാനുള്ള വെള്ളം എത്ര ഡിഗ്രി തിളപ്പിച്ചു എന്നാണ് ചോദിച്ചത്. അയ്യോ അത് നോക്കിയില്ലയോ? നിനക്ക് എന്താണ് ഇവിടെ പണി? വെള്ളം തിളപ്പിക്കാൻ പറഞ്ഞപ്പോഴല്ലേ അരി ഇടാൻ പറഞ്ഞത്? അരി ഇടാൻ പറഞ്ഞപ്പോഴല്ലേ കാറ് കഴുകിടാൻ പറഞ്ഞത്? കാറ് കഴുകിടാൻ പറഞ്ഞപ്പോഴല്ലേ തേങ്ങ കുലുക്കിടാൻ പറഞ്ഞത്? അങ്ങനെ തേങ്ങ എടുത്ത് ഞാൻ കുലുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുതലാളി എന്നെ വിളിച്ചത്. അങ്ങനെ കുലുക്കി എന്നെ മുതലാളി വിളിച്ചേ. ശരി മുതലാളി. എന്തോ അതെടുത്തോണ്ട് പോ. ഇതാരുടെയാ? നിന്റെ കാലെ തണുത്ത കാറ്റടിക്കുന്നുണ്ടോ? നല്ലപോലെ തണുത്ത കാറ്റടിക്കുന്നു. നോക്കിക്കേ. അയ്യോ അത് പണിയുടെ തിരക്കില് ഞാൻ അതങ്ങ് മറന്നുപോയി. പണിയുടെ തിരക്കിൽ തുണി മറന്നു പോയെന്ന്. അത്ര വലിയ പണിക്കാരനാ നീ ഇല്ലടാ. അതെന്താടാ? ഉന്നം തെറ്റിപ്പോയി. ഉന്നം തെറ്റിയോ? ഞാൻ എന്റെ ചുളുവയെ പിടിച്ച് കുത്തി മലത്തി. ഞാൻ മുണ്ട് മുറുക്കി കുത്തിയതോ? മുണ്ട് മുറുക്കി എന്തിനാണ് നീ ഉടുക്കുന്നത്? പട്ടിണിയാണ്. പട്ടിണിയോ? ഇവിടോ എട്ടണഗിരി അടിയില്ല ചോറ് വെക്കും. എനിക്ക് തന്നെ ലവ് ബേഡ്സിന് കൊടുക്കുന്ന പോലെ എനിക്കറിയാം ഇവനെന്തിനാ മുണ്ട് മുറുക്കി കൊടുക്കുന്നതെന്ന്. ഇവനിവിടെ കയറ്റി മുണ്ട് മുറുക്കി കൊടുത്തിട്ട് 2 വാറുണ്ടാക്കും. അതിന് കഴിക്കാനുള്ള എവിടെ കഴിക്കാൻ തോന്നുണ്ടാക്കി വെച്ചേക്കത്തെ അപ്പം ഉണ്ട്. അപ്പം എടുത്തിട്ട് വാ. ഭയങ്കര മണ്ടനാ ഇതുപോലൊരു മണ്ടച്ചെറുക്കൻ. എന്റെ പൈസ വെറുതെ കളയാൻ പോയി ചെറുക്കൻ. ഇപ്പൊ അപ്പം അത് ഉണ്ടാക്കിട്ട് വരുന്ന നോക്കണേ. ഒന്നിലും കൊള്ളത്തില്ല മലയാളി. എന്താ മലയാളിക്കുള്ള 2 അപ്പം നിനക്കാണുള്ളത്? എനിക്കല്ല. 2 അപ്പനുള്ളത്. 2 അപ്പം എന്നാണ് പറഞ്ഞത്. 2 അപ്പം. കൊള്ളത്തില്ലല്ലോ ഇത്. അതിനത് വായി വെച്ചില്ലല്ലോ. വായി വെക്കാൻ കൊള്ളത്തില്ലല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞത്. ഇത് അത് ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് പറഞ്ഞു കേട്ടാ ബ്ലൂ പീസാന്ന് തോന്നുന്നല്ലോ. എനിക്ക് ഗ്രീൻ പീസ് കറി ഇഷ്ടമല്ല. എനിക്ക് ഗ്രീൻ പീസ് അറിയില്ല. എനിക്ക് അപ്പം മറ്റേ സാധനം വേണം. മറ്റേ എന്നതാ വേണ്ട? അപ്പം മറ്റേ ഉരുളക്കിഴങ്ങ് പുടിങ്ങിട്ട് കുടച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ എന്റെ മുഖത്തൊക്കെ ചൂ നോക്കാത്ത ഞാനാണോ മുഖത്ത് കഴിക്കാൻ പറഞ്ഞ കിഴങ്ങിട്ട കറി? നിന്റെ ഇട്ട കറി അത് വേണം പറയാൻ. മലയാളി പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഓ അപേക്ഷയോ? ഒരു കാര്യം ചെയ്യ്. എവിടെ ഫിറോസ് അടിക്കുന്ന ഒരാളുണ്ട്. മറ്റേ ഈ പേപ്പറിൽ വെച്ചിട്ട് ഒരു സാധനം ഫിറോസ് അടിക്കുന്ന ആളോട് ഒരു അപേക്ഷ എഴുതി തരാൻ പറഞ്ഞ നിനക്ക്. ആ അപേക്ഷ അല്ല മുതലാളി. മുതലാളി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മടുത്തു. എനിക്ക് സഹായത്തിന് ഒരാളെ കിട്ടിയെന്നേ കൊള്ളായിരുന്നു. അതായിരുന്നു ഞാൻ വന്ന് പാത്രം കഴുകി തരാം. മലയാളിയുടെ വലിയ മനസ്സ്. പൈസ ഞാൻ പാത്രം കഴുകി തരുന്നുണ്ടോ? അല്ല പറഞ്ഞതോ? നിനക്ക് ഒരാളിനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചു വരുത്തി എവിടുന്നേലും. ഒരു വേലക്കാരിയെ നിർത്തിയാലോ മുതലാളി? വേലക്കാരിയോ? ഈ തറവാട്ടി പെണ്ണുങ്ങളെ കറ്റാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലോ. എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല. നീ എന്തിനാ വേലക്കാരി ഇവിടുന്ന് കൊണ്ടിരുന്നത്? എനിക്ക് കൈസഹായത്തിന് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു വേലക്കാരൻ ഒരു വേലക്കാരി വന്നു കഴിഞ്ഞാല് നീ എന്തോ ചെയ്യും? ഞാനിങ്ങനെ കോർഡിനേഷൻ ഒക്കെ ചെയ്ത് ഇങ്ങനെ നൈസ് പണി കൊള്ളാം. നിന്റെ കോർഡിനേഷൻ ഒന്നും വേണ്ട. ഞാൻ കേശവനോട് പറഞ്ഞിട്ടുണ്ട് ഒരു വേലക്കാരനെ പറഞ്ഞു വിടണമെന്ന്. കേശവൻ പറഞ്ഞു വിടും. അയ്യോ ഞാനേ ഒന്ന് കിടന്നിട്ട് വരാമടാ.
എന്തൊരു ശല്യമാണെന്ന് അറിയാമോ? എന്നും എന്നിട്ട് ഉപദ്രവ. 20 വർഷമായി ഞാൻ ഇവിടെ നിൽക്കുന്നു. ഞാൻ ആ കേശവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പുരുഷനോട് വരണമെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു വേലക്കാരിയെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. കാരണം ഇയാളെ ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്ന്. എന്നിട്ട് ഇവിടുത്തെ രാജാവായിട്ട് ഞാൻ അങ്ങനെ ജീവിക്കും. നല്ല രസമുണ്ട് കേട്ടോ. ഇയാളുടെ ഇന്ന് സ്വത്ത് തട്ടിപ്പറിച്ചിട്ട് വേണം ഇവിടുത്തെ പേർലിമണിയോ പെണാണി ഇതുപോലും അറിയാതെ ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ മേടിക്കാൻ പോകുന്ന എന്റെ ദൈവമേ. തളയോടു തളതരി വളയോടു വളതരി നിരയോടു മൊഴിയോടു ചിരിയോടു ചിരിയോടു നിറമോടു നിറമോടു ഞൊറിയോടു ഞൊറിയല കടലോടു കടൽ കര ഇളകി മദന ഹൃദയം അലിയുകയാ. കാണാത്ത സ്വർഗ്ഗം എവിടെ കയറി പോവാ? കേശവൻ പറഞ്ഞു വിട്ടതാ. അതായിരുന്നാ ഞാൻ വിചാരിച്ച ആരായാലും തറച്ചക്രം കത്തിച്ചു വിട്ടായിരിക്കും. എന്നിട്ട് ഈ തറ എന്റെ ചുറ്റുമുള്ള കടകടത് ഇറങ്ങ്. അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇല്ലെന്നാ ഞാൻ കേശവൻ പറഞ്ഞിട്ട് ഇവിടെ ജോലിക്ക് വന്നാ. കേശവൻ പറഞ്ഞിട്ട് വന്നാണോ? ആ. എന്റെ ദൈവമേ, ഒരുപാട് നാൾ കാത്തിരുന്നിട്ട് വന്ന കേട്ടോ. ആണോ? ഇവിടുത്തെ മുതലാളി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര സ്ത്രീ വിരോധിയാ. പുള്ളിക്കൊരു പണി കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു സ്ത്രീയോട് വരാൻ പറഞ്ഞത്. ഭയങ്കര സ്ത്രീ വിരോധം എന്ന് വെച്ചാ സ്ത്രീ വിരോധി എന്ന് വെച്ചാ ഉദാഹരണം പുള്ളിയുടെ അനിയത്തിയാവട്ടെ, ചേച്ചിയാവട്ടെ, കുഞ്ഞമ്മയാവട്ടെ, എന്തിന് പുള്ളിയുടെ അമ്മയെ പോലും പുള്ളിക്ക് ഇഷ്ടമല്ലെന്ന്. ഈ പുള്ളിയിലെ വെള്ളായണി കാർഷിക സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്താണോ? അല്ല ഈ പെറ്റമ്മേനൊക്കെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ള. എന്താ പേര്? പാൻമണി. അത് ഇങ്ങനെ ഒരു പേര്? ഞാൻ എവിടെ ചെന്നാലും എന്നെ 2 ആഴ്ച കഴിയുമ്പോ തന്നെ ബാൻ ചെയ്ത് കളയും. അതെന്താ? അല്ല ഇതിനു മുമ്പ് എവിടെ നിന്നത്? ഇതിനു മുമ്പ് നമ്മുടെ കളക്ടർ സാറിന്റെ വീട്ടിലായിരുന്നേ. അവിടുന്ന് എന്താ പോരാൻ കാരണം? അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഷുഗർ കട്ടായിരുന്നേ. അതുകൊണ്ട് ഇപ്പൊ ഇവര് ഷുഗർ ഉപയോഗിക്കാത്തവര് ഒരുപാട് ഷുഗർ ബാക്കി വരും. അത് ഞാൻ കട്ടായിരുന്നേ. അപ്പം മോശം. അങ്ങനെ പറയാം. അങ്ങനെ പറയൂ. അപ്പം ബാൻമണി, എന്തോ നമ്മള് രണ്ടുപേരും ഇവിടെ ഒന്നിച്ച് നിന്നാ ഇവിടെ പാലാതം നടക്കും. സെന്റിമെന്റ്സ് ഒഴുക്കി കളഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ എന്ത്? ഈ വക ഉളായ്പ കൊണ്ട് നീ എന്റെ അടുത്ത് വരുന്നു. ഇതായിപ്പായിട്ട് വന്നതല്ല. ഈ ഞാൻ ഒന്നിച്ച് നിന്നാ ഈ പുള്ളിയെ നമുക്കൊരു പാഠം പഠിപ്പിക്കാം. ഈ പുള്ളിനെ ഈ ബാൻമണി പാട്ടിലാക്കും. എന്നാ ആ പാട്ടിന് പുള്ളി പാരടി ഉണ്ടാക്കും. അത്രയും മുതലാത്. പാരടി കാസറ്റ് ഞാൻ ഫുട്പാത്തിലിട്ട് വിൽക്കും. ഉറപ്പാണോ? വിറ്റിരിക്കും. ഓക്കെ. ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ കൂടെ നിന്നോളാം. ഓക്കെ. ഇനി ഞങ്ങള് രണ്ടുപേരും കൂടെ പുള്ളിനെ എന്നുവെച്ചാ പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും. നിനക്കൊരു സെക്കൻഡ് എൻട്രി ഉണ്ടേ. ഇനി സെക്കൻഡ് എൻട്രി ഉണ്ടോ? അതിൽ വരുമ്പോ നീ ഭയങ്കര നിഷ്കളങ്കയായിട്ടേ വരാവുള്ളൂ. പാവം ബാൻമണിയായിട്ട് വരും. പാവം മൺമണി. ഓക്കെ ഓക്കെ വിട്ടോ. ഓക്കെ ഓക്കെ. പുള്ളി ഇപ്പൊ കടന്നിട്ട് വരാന്ന് പറഞ്ഞാ എന്തോ കിട്ടുണ്ണിയേ കിടന്നിട്ട് അങ്ങോട്ട് ശരിയായില്ലേ? തല കുത്തി കിടന്നിട്ട് അങ്ങോട്ട് ഉറക്കം വരുന്നില്ല. ഇതെടുത്തിട്ട് അവിടെ കൊണ്ട് വെക്കണം. അല്ല തട്ടിമറിച്ച് ഞാൻ കളയും. ഞാൻ മറന്നുപോയി. അയ്യോ, വേലക്കാരൻ വരുന്നുണ്ട്. എന്താ ഈ കേശവൻ ഒരാളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇപ്പൊ വരും. വരട്ടെ, എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയണം. ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരും ഇല്ലെന്ന് ചോദിക്കുന്നു മലയാളി. അയ്യോ ആരാ? ആരുമില്ലേ? ഞാൻ കേശവൻ പറഞ്ഞിട്ട് വന്നതാട്ടോ. ആണുങ്ങളായിരിക്കും. കേട്ട് വരാൻ പറ, കേട്ട് വരാൻ പറ. ഇന്ന് കേറി പോരൂ. നീലത്താമരേ പുണ്യം ചൂടിയ ധന്യമാം തപസ്സിൽ ഈ വീട്ടിലൊരു സ്ത്രീയോ? അയ്യോ, ഈ വീട്ടിലൊരു സ്ത്രീയോ? എത്ര അസംബന്ധമോ? എന്ത് അസംബന്ധം? എന്നാ ഞാൻ പറയാനൊക്കെ നീ പറയാകോട്ടെ. എനിക്കിട്ട് ചപ്പി ചെയ്യുന്നോളാം. കേശവൻ പറഞ്ഞിട്ടിട്ട് വന്നതാ. കേശവൻ പറഞ്ഞു വിട്ടത് ആണുങ്ങളാണ് വേണ്ടത്. പെണ്ണുങ്ങളെ ഈ തറവാട്ടിൽ കയറ്റത്തില്ല ഞാൻ. പെണ്ണുങ്ങളെ തറവാട്ടിൽ കയറ്റത്തില്ലെന്ന്. ഇന്നത്തെ ഒരു കാഴ്ച മുറിച്ചെടുത്തൊരു പൊറോട്ട അടിച്ചാ എനിക്ക്. അയ്യോ പൊറോട്ട അടിച്ചതല്ല. ഇവിടെ പെണ്ണുങ്ങൾ ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞോളാം. അയ്യോ ഇല്ല. അവിടെ പറ, മര്യാദയ്ക്ക് പൊയ്ക്കോളാം പറ. ഇവിടെ പെണ്ണുങ്ങളെ ജോലിക്ക് എടുക്കത്തില്ല. മുതലാളി എന്തോ പറയാനുണ്ടെന്ന്. മുതലാളി, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. എന്റെ തറവാട്ടിലെ സ്ഥിതിയൊക്കെ കഷ്ടാട്ടോ. കുട്ടിക്ക് ആരുമില്ലേ? എനിക്ക് എല്ലാരും ഉണ്ട്. പക്ഷെ എന്നാ ആരും ഇല്ലാത്ത പോലെയാ. കേട്ടുണി, കുട്ടിയെ സങ്കടം പറഞ്ഞപ്പോഴേ എനിക്ക് ചെറിയൊരു സങ്കടം. എന്താ മുതലാളി? കുഴപ്പമൊന്നുമില്ല. അടുക്കള പണി എന്തെങ്കിലും ഉണ്ടോ? അടുക്കളയിൽ പണി ഒന്നുമില്ല മുതലാളി. ഒന്നുമില്ലെങ്കിൽ നീ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കത്തില്ലേ? ശരി മുതലാളി. ഞാൻ ഇവിടെ ക്ലാസ് എടുക്കട്ടെ. കുട്ടി, എനിക്ക് നിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. നീ വന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. ബാക്ക്ഗ്രൗണ്ട്
തലയോട് തരി 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 വള തരി 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 തരി. നീ കുത്തി വളഞ്ഞിട്ട് കയറി വന്നെ ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യമല്ലേ പറഞ്ഞത്? എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിയണം. അത് പറഞ്ഞോ എനിക്ക് ഭയങ്കര സങ്കടാട്ടോ 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 സങ്കടമോ? മുതലാളിക്കറിയാവോ ഈ എന്റെ ഇളയതങ്ങൾ 4 ഒരു ദിവസം അച്ഛനും അമ്മയും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരാന്ന് പറഞ്ഞിട്ട് പോയതാ. പാതിരാത്രി വന്നപ്പോ 2 വെളുത്ത പുതിക്കിട്ടാ വന്നത്. ആരില്ല, അച്ഛനും അമ്മയും മരിച്ചുവല്ലേ? ആര്? 2 വെള്ളം പൊതിക്കെട്ട് വന്നു പറഞ്ഞേ. അതല്ല, പിന്നെ അച്ഛനമ്മ വന്നപ്പോ ഷവർമ മേടിച്ച് വെളുത്ത പൊതിക്കെട്ട് എന്നിട്ട് അച്ഛൻ ഒരു കടി, അമ്മ ഒരു കടി, 4 പെണ്ണുങ്ങൾ 2 കടി, 8 കടി. അങ്ങനെ കടിച്ചും പിടിച്ചും അച്ഛൻ അവിടുന്ന് ഇറങ്ങി ഒരൊറ്റ പോക്ക. അത് പിന്നെ അമ്മ ഒരു റൂമിൽ കയറി കഥ കടിച്ചിരിക്കുക. അച്ഛനത് എന്ത് കാരണം കൊണ്ടാണേ പോയേതും. നീ ഇവിടെ നിന്ന് അമ്മോട് പറ, നിന്റെ അച്ഛന് 2 കടി കൂടുതൽ കിട്ടി, അതുകൊണ്ടാ പോയെന്ന്. അതുകൊണ്ടാണോ പോയത്? ഇവിടെ പെണ്ണുങ്ങളെ നിർത്തത്തില്ലെന്ന് ഞാൻ പറഞ്ഞതിന് കാരണങ്ങളുണ്ട്. അതൊന്ന് പറഞ്ഞേ, എന്നോട് കിട്ടുണ്ണി പറഞ്ഞായിരുന്നേ. എന്താ ഈ സ്ത്രീകളോട് ഇത്ര വിരോധം? എന്റെ അച്ഛനെ ആ അമ്മയായിട്ട് തറവാട്ടിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് 1-2 വയസ്സ് മാത്രമേ ഉള്ളൂ. അയ്യോ വാവാ. ആ സമയത്ത് വെള്ളപ്പൊക്കം കയറി എന്ന് പറഞ്ഞൊരു ഹിന്ദിക്കാരി വീട്ടിൽ വന്നു. അച്ഛൻ അവരെ കെട്ടി. കെട്ടിക്കഴിഞ്ഞിട്ട് അമ്മ കളഞ്ഞിട്ട് പോയി. ഹിന്ദിക്കാരി എപ്പോഴും എന്നെ തല്ലുമായിരുന്നു. അയ്യോടാ, പഠിക്കുമ്പോ ഞാൻ പറയും എന്നതാ ഹിന്ദി പറഞ്ഞത് അവരെ അടിക്കും. ഞാനൊരു നികട്ട് വരെ എഴുതിയാണ് തടപടാ ചടപടാന്നിട്ട് അടിക്കുമായിരുന്നു. അല്ല അപ്പൊ അച്ഛനോ? അച്ഛൻ ഇങ്ങനെ നോക്കി നിന്നു. അച്ഛനും കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു ശരിക്കും. അങ്ങനെ അച്ഛനുണ്ട്. അച്ഛൻ പാവമായിരുന്നു. എനിക്കിപ്പോഴും അച്ഛന്റെ കാര്യം ഓർക്കുമ്പോ സങ്കടമാണ്. അച്ഛന്റെ കാര്യം ഓർക്കും. എനിക്കും സങ്കടം. സത്യം പറഞ്ഞ അങ്ങനെ സങ്കടം. നമ്മൾ 2 ഒരു റൂട്ടിൽ ഓടുന്ന ബസ്സാല് അതിന് മുതലാളി എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? മുതലാളിപ്പെറ വന്നു കയറിയില്ലേ? ഞാൻ പറയാനോ? അതല്ല, മുതലാളി പറ എന്നെ പറഞ്ഞു വിടുവോ? സത്യം പറയാം, നിന്നെ ഞാൻ പറഞ്ഞു വിടത്തില്ല. സത്യം പറഞ്ഞ ഇപ്പോഴാണ് സ്ത്രീകളുടെ ഒരു മഹിമ ഞാൻ മനസ്സിലാക്കുന്നത്. ആണോ? സങ്കടപ്പെടല്ലേ നീ? ആരോടും പറയണ്ട. ശീൽക്കാരം വേണ്ട. 3 സർജറി കഴിച്ചിട്ടിരിക്കുക. ഞാൻ കുത്തിപ്പൊട്ട് പൊട്ടിത്തെറിക്കാൻ. അടുക്കള പോയി ജോലി. ആരും അറിയാണ്ട് ഒരു 3 ശീൽക്കാരം വെച്ച് കൊടുത്താ ഈ പുള്ളി. അടുക്കള പോയി ജോലി ചെയ്തി. എന്നാ പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പൊക്കോട്ടെ. ഒരാളെ എന്നെ അനുഗ്രഹിക്കണം. ഓ അവിടുന്ന് എന്നാ പറ മുതലാളി, എന്തേലൊക്കെ പറ. എന്നെ കളഞ്ഞിട്ട് പോമോ? കളഞ്ഞിട്ട് പോമോ? സത്യമായിട്ടും ഞാൻ മുതലാളിനെ കളഞ്ഞിട്ട് പോകത്തില്ല. സത്യമായിട്ടും പോവില്ല. അടുക്കളപ്പണി ഒന്നും ചെയ്യണ്ട, അവൻ ചെയ്യും. ആരെ? കിട്ടുണ്ണിയോ? അപ്പൊ ഞാൻ ഒന്നും ചെയ്യണ്ടേ? വേലക്കാരി ഇവിടെ വെറുതെ ഇരുന്നാ മതിയോ? എന്നെ അത്രയ്ക്ക് ഇഷ്ടം. കണ്ടോടാ, കണ്ടോ കയറി ഇരിക്കുന്ന കണ്ടോ? എന്നെ മുടിപ്പിക്കാനായിട്ട് പറഞ്ഞില്ലേ? സ്ത്രീകൾ ഇവിടെ വേണ്ട വേണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. എന്നോട് കയറി കൊഞ്ചിക്കൊണ്ടിരിക്കുന്നു. ക്ഷമിക്കണം ബാൻമണി, മുതലാളിയുടെ മടിയിലൊന്നും കയറി ഇരിക്കരുത്. മുതലാളിക്ക് ഇഷ്ടമല്ല. മുതലാളി ഭയങ്കര സ്ത്രീ വിരോധിയാ അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്. വേറെ പണിയുണ്ടോ? ഞാൻ പറമ്പിൽ നിൽക്കുമായിരുന്നു. എന്ത് നിൽക്കുമായിരുന്നു? ചുമ്മാ നിൽക്കുമായിരുന്നു. ചുമ്മാ അല്ല, നീ പറമ്പിൽ 3 തെങ്ങ് നിൽപ്പുണ്ട്. അത് പിഴുതു മാറ്റി വേറെ ശരി മുതലാളി ഫസ്റ്റ് ഈ ഒരു കർശനം ചീൽക്കാരിച്ച് എന്നെ അങ്ങ് കൊല്ലുവോ? കൊല്ലോടി കൊല്ലും. ഞാൻ കാര്യം പറയാം. ഒളിച്ചോടിയാലോ? ഒളിച്ചങ്ങ് ഓടിയാലോ? മുതലാളി വിളിക്ക്, ഞാൻ ഓടാം. എനിക്ക് ഇതിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഓർത്തിരടി ഇങ്ങനൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം. എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോവോ?
കാവില് വിളക്ക് വെക്കാൻ കൊണ്ടുപോകും. അവര് ഇവിടെ കൊണ്ടുവന്ന് പാമ്പ് കുത്തും. പാമ്പ് കുത്തും. അയ്യോ എനിക്ക് പാമ്പിച്ചിന്റെ പേടിയാ, പാമ്പിച്ചിന്റെ പേടിയാ. എന്നെ കുത്തിക്കാൻ സമ്മതിക്കത്തില്ല. പാമ്പ് എന്നെ കൊത്തും. അതാണ്ട പോലാലിനെ കൊത്തണ്ട 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 കൊത്തണ്ട. മുതലാളി എന്ന് വിളിക്കരുത്. അപ്പോ എന്നെ വിളിക്കും ഞാൻ. ഏ? ചിക്കനോ? ചക്കരെ. അവനെങ്ങാനും വരുന്നുണ്ടോ നോക്കാം. അവനെങ്ങാനും കണ്ടു അയ്യോ അവനങ്ങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഞാൻ ചേട്ടൻ നേരത്തെ ആരെങ്കിലും ഇങ്ങനെ പ്രണയിച്ചിട്ടുണ്ടോ? ഞാനോ? ഞാനൊരു ഡയറി നോക്കണം. ഇല്ല ആദ്യമായിട്ട് ഞാൻ കാര്യം ചോദിച്ചട്ടെ, എന്നെ കളഞ്ഞിട്ട് പോകരുത്. ഞാൻ കളഞ്ഞിട്ട് പോവില്ല, സത്യമായിട്ട് കളഞ്ഞിട്ട് പോവില്ല. എന്നെ വിശ്വസിക്കാം. നീ വന്ന് ഭയങ്കര നിമിത്തമാ നീ വന്നത്. ആണോ? നീ വന്ന് ഭയങ്കര ആ സമയത്ത് നീ വന്നത്. ആ സമയത്ത് നീ വന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആകാൻ പറ്റിയത്. പിന്നെ കണ്ടോടാ എന്നെ പിടിച്ച് ആട്ടുവാടാ. അങ്ങനെ എന്നെ പിടിച്ച് ആട്ടുവാടാ ഇവള്. എന്നെ പിടിച്ച് ആട്ടുവാ. ഞാൻ പറഞ്ഞില്ലയോ ലൈറ്റ് ശല്യം എന്ന് പറഞ്ഞില്ലോ. അങ്ങനെ രണ്ടാമത്തെ തവണ ഒന്ന് ക്ഷമിക്കണം, എന്റെ പണിയും കൂടെ കളയുമോ? അങ്ങനെ ഇനി മാൻപതി ആവർത്തിക്കത്തില്ല. അവൻ കേശവൻ പൈസ ആരാണ്ടത് വാങ്ങിച്ചായിരുന്നു. കേശവൻ പൈസ തന്നു മുതലാളി. തന്നെങ്കിൽ അവരെ തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുത്ത അവിടെ നിന്ന് വഴക്കുണ്ടാക്കും. താടാന്ന് പറഞ്ഞു അങ്ങനെ സമയം കളിക്കും. പിടിച്ചു പിടിക്കട്ടെ. പിന്നാണെങ്കിലേ എന്നോട് എന്തിനാ ചീത്ത പറഞ്ഞേ? പെണ്ണൊന്നും പെണ്ണോട് എന്തിനാ പറഞ്ഞ? ഞാൻ പറഞ്ഞില്ലല്ലേ ചേച്ചി, എന്നെ ഇഷ്ടമല്ല. പറഞ്ഞില്ല. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്. നിന്റെ ഇഷ്ടമാണ്. ഒരു നൂറാശകൾ മൊഴികളിൽ പൂത്തുന്നു. കണ്ടോടാ ചാടി കയറി എന്റെ തോളെ കയറി. ചാടി കയറി എന്നെ തോളെ കയറിയിരിക്കോ? ചാടി തോളെ മാൻമണിയെ കൊത്തി കൊത്തി തോളത്ത് കയറി കൊത്താൻ തുടങ്ങിയോ? അല്ല മുതലാളി ഒരു നിമിഷം പറഞ്ഞു മനസ്സിലാക്കട്ടെ. എന്നാ സംഗതി സെറ്റായിട്ട് വന്നുണ്ട്. 100% എത്തിയിട്ടില്ല. പക്ഷെ ഞാൻ എത്തിക്കും. മുതലാളി ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. ബാൻമണി ഈ ശല്യം ഒന്നും വേറെ പണി ഉണ്ടായിരുന്നു. വേറെ ഞാൻ ആ പറമ്പിൽ കിളച്ചോണ്ടിരിക്കില്ല. നീ രണ്ടു വാട്സപ്പ് മാറ്റിട്ടോ. അയ്യോ പാർസോപ്പ് ഇവിടെ ഉണ്ട് മുതലാളി. കൊള്ളത്തില്ല, പതയില്ല. പറയില്ലേ? അപ്പൊ ഒരു കാര്യം ഞാൻ ആ താഴത്തെ കടയിൽ പോയി വാങ്ങിക്കാം. താഴത്തെ കട വേണ്ട, ദൂരെ കട പോകണം. അവിടെ പോയിട്ട് നീ നിന്ന് ഞാൻ കൂടും എന്നിട്ട് വരാവും. ശരി ശരി. അവനോട് മിണ്ടി ആര്? ഞാനോ? അവനെ എടുത്തോട്ട് പോയതിനാണ്. അയ്യോ അതിലല്ല. അല്ല നിന്നെ എടുത്തിട്ട് പോയതിനാണ്. സത്യമായിട്ട് ഞങ്ങള് സ്കൂളിൽ പഠിച്ച പഴയ കാര്യം പറഞ്ഞു. സ്കൂളിൽ പഠിച്ചു കട്ടപ്പന സ്കൂളിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു. നീ എന്നോട് മാത്രം മിണ്ടാ, അവനോട് മിണ്ടരുത്. നീ അവനോട് മിണ്ടുന്നോട്ട് സങ്കടപ്പെടല്ലേ സങ്കടപ്പെടല്ലേ സങ്കടപ്പെടലേ പെടലേ പെടലേ പെടലേ. അല്ല എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ പ്രമോനെയാ. പ്രമോ എന്നെ നീ അവനോട് അവനോട് മിണ്ടോ? ഇല്ല ആരോടും മിണ്ടില്ല. അവനോട് മിണ്ടി കഴിഞ്ഞാൽ കൊല്ലും. ഇല്ല അവനോട് മിണ്ടില്ല. എനിക്ക് ഇഷ്ടമല്ല. ആരോടും മിണ്ടില്ല. ആരോടും മിണ്ടില്ല. അവനോട് ഞാൻ ചോദിക്കല്ലോ. ചോദിക്കല്ലോ അവനോട്. ഞാൻ ചോദിക്കട്ടെ. ഞാന് എവിടൊക്കെ കൊണ്ടുപോകും. നമുക്ക് ഒളിച്ചൂടെ പോയാലോ? ഇവിടെ നിന്ന് ബാൻമണി പോയോ? അയ്യോ പറഞ്ഞു വിട്ടോ? പോയി. ബാൻമണി എവിടെ പറഞ്ഞു വിട്ടു. എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. പറഞ്ഞു വിട്ടോ? ഞാൻ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് തന്നെ വാക്ക് പറയുന്നത്. മുതലാളിയുടെ ഉപ്പും ചോറും തിന്ന് വളർന്നവനല്ലേ ഞാൻ. 150 കൂട്ടം കൂട്ടാൻ കൂട്ടി കയറ്റിട്ട് നീ പറഞ്ഞത്. അവള് പോയി പോട്ടെ, അവള് വേണ്ട. നീ തന്നെ വേല ഒപ്പിച്ചാ മതി. നീ അകത്തെ അവിടെ നീ പണി എന്തില്ലേ? പണി അടുക്കള ഞാൻ തറ ഉടക്കുമായിരുന്നു. തറ ഉടയ്ക്കാന്ന് മുറ്റം കൂടെ പോയി തുറക്കില്ലേ? ആണോ? മുറ്റം തുറക്കിട്ട് ആട്ടുകളില്ലേ അത് കമത്തി വെക്കണം. കമത്തി വെച്ചിട്ട് പിന്നെ തുറക്കണം. അത് ശരി മുതലാളി. അയ്യോ പറ. പേര എന്താ അതൊന്ന് പേര. നീ പറ. പിന്നെ എന്നാ അടുത്ത പ്ലാൻ? അടുത്ത പ്ലാൻ എന്നാ? മുങ്ങ ഇവിടുന്ന്. ഇവിടുന്ന് മുങ്ങാമെന്ന് നമുക്ക്. പക്ഷെ ഒരു കാര്യം അവനോട് മിണ്ടരുത്. അവനോട് മിണ്ടില്ല. അവനോട് മിണ്ടാൻ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. മിണ്ടില്ല മിണ്ടില്ല. അവനോട് മിണ്ടല്ലെന്ന് പറഞ്ഞ് മിണ്ടരുത്. സംശയം അവനോട് മിണ്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ബാൻമണി പോയില്ലായിരുന്നു. പറയാടാ അവിടെ ചെന്നിട്ട് പറയാ. വിടല്ലേ ഇവിടെ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ ബാൻമണി, ഈ കറിക്ക് ഉപ്പുണ്ടോ നോക്കിയേ. ഞാൻ വെച്ച കറിയാ. ആണോ? അടി സൂപ്പർ. ഓക്കെ ഓക്കെ മലയാളി.
അയ്യോ അവനെ നക്കിയതല്ല, ഞാൻ കറിക്കുപ്പുണ്ടോ നോക്കിയതാ. അയ്യോ ആ ചെറുക്കനൊരു പാവം. ഞാൻ അഴുക്കതല്ലടി. അങ്ങനെയല്ല അല്ല അല്ല അല്ല, അവൻ പാവം, ഞാൻ പാവല്ലടി, ഞാൻ പാവല്ലടി. നിങ്ങളാണ് മെയിൻ പാവം, നിങ്ങള് മെയിൻ പാവം, മെയിൻ ഇവിടുത്തെ ഏറ്റവും വലിയ പാവം. അങ്ങുന്ന എന്നെ വിളിച്ചോ? എന്റെ പെണ്ണോട് എന്തിനാ മിണ്ടി? എന്റെ പെണ്ണിനോട് എന്തിനാ മിണ്ടി? അത് ഏത് പെണ്ണ്? എന്റെ പെണ്ണിനോട് നീ എന്താ സംസാരിക്കാൻ പറ? അങ്ങുന്ന പെണ്ണാരാ? നീ എന്റെ പെണ്ണിനോട് എന്തിനാ മിണ്ടാപ്പേ? എനിക്കുള്ളോട് എന്തിനു മിണ്ടാപ്പേ എന്ന് പറ. ചെവുക്കുറ്റി അടിക്കാൻ പറയും. അല്ല, അത് മിണുങ്ങാൻ അധികരിച്ചിരിക്കാം. ശക്തി ആരോഗ്യമുള്ളതിനാണ് നീ അവളെ മിണ്ടു പോയി. ഇല്ല. മിണ്ടത്തില്ലല്ലോ. ഇല്ല. നീ മേലെ മിണ്ടി തെറിച്ചിട്ട് ഇടിച്ചു കൂപിയാ പോട്ടോളാം. എടാ കിട്ടുന്നേ, എന്നാ ഈ എന്നാ പറഞ്ഞ ഈ പുള്ളിക്ക് പെണ്ണുങ്ങളെ കാണുന്ന വെറുപ്പാണ്, വിരോധാണോ? സംഭവം അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇവരെ പെണ്ണുങ്ങളെ കാണണ ഭ്രാന്താടാ, ഭ്രാന്ത്. എന്തോ? എന്നാടാ ചക്കരെ? വേണ്ട. ചിരിച്ച് ചിരിച്ച് എനിക്കിതാ ഇവിടെയൊക്കെ വേദന എടുക്കുക. അതുകൊണ്ട് ഞാൻ നേരെ കമന്റ്സിലേക്ക് പോട്ടെ. ഷാജാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? സൂപ്പറായിരുന്നു, നല്ലായിരുന്നു. മാത്രമല്ല ശരിക്കും പറഞ്ഞ കൊച്ചുപ്രദീപിൻ്റെയൊക്കെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സ്കിറ്റിലല്ലാത്ത രണ്ടുപേരും, മനോജ് രണ്ടുപേരും കൂടെ ഒരുപാട് സംഭവങ്ങൾ പുതിയത് ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടേതായ ഒരു പ്ലേ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ അത് ഈ മൂന്നുപേരും കൂടെ കോമ്പിനേഷൻ വരുമ്പോൾ ഭയങ്കര രസമായിട്ട് നമുക്കത് ഫീൽ ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്കോ ആയിരുന്നു. ഇല്ല അത് ഈ തറവാട്ടിൽ മാത്രം കാണുന്ന നാലുകെട്ടിനകത്തുള്ളൊരു എക്കോ ആണ്. അപ്പോൾ അത് ഭയങ്കര രസം. പിന്നെ ആ പ്രണയം, രണ്ടുപേരും തമ്മിലുള്ള പുരുഷന്മാരെ മാത്രം വീട്ടിലൊരു ജോലിക്കാരെ വയ്ക്കുന്ന ഒരാൾ സ്ത്രീ വന്നപ്പോൾ ഉണ്ടാകുന്ന പുള്ളിയുടെ ഒരു ആക്രാന്തവും ആവേശവും അതൊക്കെ ഭയങ്കരമായിട്ട് വർക്കായി. പിന്നെ ജോലിക്കാരനായിട്ട് വിഷ്ണുവിൻ്റെ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്കുള്ള പാസിങ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഹറിബറി ഉണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല രസമായിരുന്നു. നമ്മൾ ഫുൾ അതിനകത്ത് തന്നെ ഇൻവോൾവ് ആവുന്ന, ഞങ്ങളും പ്രേക്ഷകരും ഇൻവോൾവ് ആവുന്ന ഒരു സ്കിറ്റാണ്. ക്ലൈമാക്സ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വലിയ ഹൈപ്പല്ല, പക്ഷെ നമ്മളത് അതിലേക്ക് എത്തുന്ന അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൂട്ടായ്മയിലാണ് ഒരു സ്കിറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്. അത് നിങ്ങൾ അതിൽ സക്സസ് ആയിരുന്നു. താങ്ക് യു ചേട്ടാ. നസീർക്ക അടിപൊളിയായിരുന്നു കേട്ടോ, ഗംഭീരമായി. അത് സത്യം പറഞ്ഞാൽ ആദ്യം ഒരു ഭയം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ പ്രദീപിൻ്റെ ഫസ്റ്റ് എൻട്രിക്ക് പോകുന്നിടം വരെയും ഒരു ആവറേജ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടം വരെ വലിയൊരു ട്വിസ്റ്റ് എന്നൊന്നും നമുക്ക് പറയാനോ അല്ലെങ്കിൽ അവിടെ ഇത് പൊട്ടിച്ചിരിക്കാനോ ഉള്ള ഏരിയകളൊന്നും അവിടെ അങ്ങോട്ട് വന്നില്ല. പക്ഷേ പ്രദീപിൻ്റെ സെക്കൻഡ് എൻട്രി രക്ഷയില്ലായിരുന്നു കേട്ടോ. ആ എൻട്രിയിലാണ് ഈ സാധനം ഒരു പോക്കങ്ങോട്ട് പോയത്. മനോജ് ഒരു രക്ഷയില്ലായിരുന്നു. കാര്യം ഞാൻ മനോജിൻ്റെ ആ കുശുമ്പുണ്ടല്ലോ, അത് കുശുമ്പാണ് സത്യത്തിൽ. വേറെ ആരോടും മിണ്ടരുത്. കുറേ കാലങ്ങൾ കൂടി സ്ത്രീകളോട് മിണ്ടാതെയും വർത്താനം പറയാതെയും സ്ത്രീകളെ അടുപ്പിക്കാതെയൊക്കെ ഇരിക്കുന്ന അയാളുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ ഉണ്ടാകുന്ന ആ മനോവികാരം എന്താണെന്നുള്ളത് മനോജിലൂടെ പഠിക്കാൻ പറ്റി. മനോജിൻ്റെ ആക്രാന്തം വല്ലാത്തൊരു ആക്രാന്തമായിപ്പോയി. ഇത്രയും, അതായത് ഇതിൻ്റെ 95% നിങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. ഈ സെക്കൻഡ് എൻട്രി തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ്. ആ എത്ര ഇടയിൽ നിങ്ങൾക്ക് ആദ്യം എന്തൊക്കെയോ നഷ്ടപ്പെട്ടത് അവിടെ അതുകൂടെ കയറ്റി ഇപ്പുറത്തേക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. പിന്നെ ക്ലൈമാക്സ് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നൊരു തോന്നലുണ്ടായി. കാര്യം ക്ലൈമാക്സ് ഒന്നും ഇല്ലാതായിപ്പോയി. പെട്ടെന്ന് ചിരിച്ച് വന്നേച്ച് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ഒരു ഇരിപ്പായിപ്പോയി. അതെന്ത് പറ്റി? അതുകൂടെ ഒന്നും പൊഴിപ്പിക്കാൻ പറ്റില്ലേ? ക്ലൈമാക്സ് കുറേ നോക്കിയായിരുന്നു. അപ്പം അത് എങ്ങനെ ചെന്ന് എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വന്ന് ഇവനെ പറഞ്ഞു വിടുന്ന രീതിയിലായിരുന്നു. പക്ഷേ ഈ പുള്ളിയുടെ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഇവൻ ഇവിടെ നിൽക്കുമ്പോൾ ഇവനെ പറഞ്ഞു വിട്ടാൽ മതിയല്ലോ. പക്ഷേ ഇവനെ ഒളിപ്പിച്ച് ഇവിടെ എല്ലാ കാര്യങ്ങൾ നടക്കുന്നത് ഒരു മണ്ടത്തരം പോലെ. അപ്പോൾ അങ്ങനെ കൊണ്ട് നിർത്താൻ വേണ്ടി 2-3 ക്ലൈമാക്സ് നോക്കിയിട്ട് പെട്ടെന്ന് ഇതാണ് പറഞ്ഞത്. സ്ത്രീകളെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് വെറുപ്പല്ല, പ്രാന്താന്ന് പറയുന്നത്. പക്ഷെ അതങ്ങോട്ട് നമ്മളിലേക്ക് അടിക്കാൻ പറ്റിയില്ല, അടിച്ചേൽപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ മനോജിൻ്റെ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ പോർഷൻ ഞാനീ പറഞ്ഞില്ലേ, ആ പോർഷൻ്റെ അകത്ത് വേറെ ഒരു ലെവലിലുള്ളൊരു ലൈറ്റ് സാധനമായിട്ട് ഇങ്ങ് പോന്നുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ നിന്നൊരു മാറ്റം അങ്ങോട്ട് മാറ്റിയിട്ട് സൈക്കോ ആയി പോയ പോലെയായി. അങ്ങനെ ഒരു മനോജിൻ്റെ ഒരു ക്യാരക്ടർ ഇതേവരെ ഇങ്ങനെ ഡെവലപ്പായിട്ട് വേറൊരു തലത്തിലേക്ക് എത്തിക്കാനായിട്ട് മനോജിന് ഇതേവരെ ചെയ്തതിൽ പറ്റിയിട്ടില്ല. പക്ഷേ ഇതിൽ അത് സാധിച്ചു. ഭയങ്കര ചേഞ്ച് ആയിരുന്നു ആ ക്യാരക്ടർ. ഇടയ്ക്ക് പ്രദീപ് കാലൊക്കെ എടുത്ത് മേലിടുന്നുണ്ട്. അതെ, അത് അവൻ്റെ ആ കൊച്ചു പ്രദീപിൻ്റെ ഉള്ള കാലം എടുത്ത് മേളിലേക്ക് ഇട്ടിട്ട് അതൊക്കെ ഭയങ്കര രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു.
നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ ഒരുപാട് നേരത്തെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ നിങ്ങൾ രണ്ടുപേരും ഞങ്ങള് നീ ആദ്യമായിട്ടാ. ആദ്യമായിട്ട് പക്ഷെ നന്നായിരുന്നു കേട്ടോ. ആ വേലക്കാരൻ്റെ ആ പോർഷൻ ഉള്ളത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്തു. സാധാരണ ചിലതിലൊക്കെ നിൻ്റെതായിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻ ഒക്കെ ചില സ്ഥലങ്ങളിൽ വരാറുണ്ട്, അതൊക്കെ ചീഞ്ഞു പോകാറുമുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് ആ സാധനങ്ങളൊന്നും വന്നില്ല, എല്ലാം പക്കയായിട്ട് കൊണ്ടുപോയി. മനോജ് ചേട്ടൻ ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് തരാൻ ഒരുപാട് ഇപ്പം എന്നെ ഇങ്ങനെ വഴക്ക് പറയും, എടോ അതല്ല ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. പക്ഷെ അത് ഇപ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടിയത്. അപ്പോൾ എനിക്കൊരു മനസ്സിലൊരു സങ്കടം ഉണ്ടായത് എന്നോട് ദേഷ്യപ്പെടുന്നതിന്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടിയത്. അങ്ങനെയാണ് വേണ്ടത്. നമ്മളൊരു ക്യാരക്ടർ എടുക്കുമ്പോൾ ആ ക്യാരക്ടറിൽ തന്നെ നിന്നങ്ങ് ചെയ്തു പോയാൽ ഓക്കെയാണ്. അപ്പോൾ എന്തായാലും നല്ല സ്ക്രിപ്റ്റ് വർക്കും കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമാക്സ് ഒഴിച്ച് ബാക്കി പക്ക. ഈ പെണ്ണുങ്ങളെ ആക്ച്വലി വീട്ടിൽ വരാത്തോണ്ടേ ഏത് പെണ്ണിനെ കിട്ടിയാലും കിട്ടുന്നൊരു ആക്രാന്തം. അതാ അത് പ്രദീപ് എങ്ങനെയായാലും കുഴപ്പമില്ല. ഏത് വേണമെന്നല്ല സുന്ദരിയായിരുന്നു. അതെ സുന്ദരിയായിരുന്നു അല്ലേ ബിജുക്കുട്ടൻ ചേട്ടാ? ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യം തുടങ്ങി അവസാനം വരെ ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. പ്രദീപിൻ്റെ ഈ ക്യാരക്ടറെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടാ ഗംഭീരമായിട്ടുണ്ട്, ഭയങ്കര വർക്കൗട്ടായി. 3 പേരുടെയും ക്യാരക്ടേഴ്സ് ഗംഭീരമായിട്ടുണ്ട്. സാധാരണ അങ്ങനെ 2 എൻട്രിക്കും കയ്യടി കിട്ടാറില്ല ഇവിടെ. രണ്ടാമത്തെ എൻട്രി കഴിഞ്ഞ പിന്നെ നിലം തൊട്ടിട്ടേ ഇല്ല. ആദ്യം തന്നെ വന്നത് കിട്ടുണ്ണി വന്നിട്ടുള്ള ആ ഒരു സാധനം നല്ല ടൈമിങ്, നല്ല രസമുണ്ടായിരുന്നു. കാരണം കിട്ടുണ്ണിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരാളാണെന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിട്ട് ആ സോഫയുടെ അടിയിൽ മുങ്ങുന്നുണ്ടല്ലോ, അതൊക്കെ ഗംഭീരമായിരുന്നു. ഞാൻ കണ്ടായിരുന്നു 3ാമത്തെ മുങ്ങല്ലി നടു കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ ഭയങ്കര. അപ്പം ഇയാൾ ആരാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി, ഒരു മണ്ടനാണ് ഇയാളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും കോംബോ, അതായത് മനോജിൻ്റെയും പ്രദീപിൻ്റെയും, അത് എനിക്ക് അസലായിരുന്നു കേട്ടോ അത്. കാരണം അതിനകത്ത് കുറേ ആക്ഷൻ സംഭവങ്ങളും കുറേ കൗണ്ടറുകളും ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഇങ്ങനെ പറയുന്ന സാധനത്തിൽ നമ്മൾ ലാഘവമായിട്ട് ചിലപ്പോൾ ഈ മനോജിനെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ ക്യാരക്ടറിന് അത് ഭയങ്കര ആപ്റ്റായിരുന്നു. കാരണം ഈ പറഞ്ഞ കൂട്ട് തന്നെ നമ്മൾ പെണ്ണുങ്ങളെ കാണാതെ വിരോധിയാണെന്നൊക്കെ പറയുന്ന ആളുകളുടെ അടുത്ത് അവരങ്ങനെ പെണ്ണുങ്ങളുടെ അടുത്ത് ബുദ്ധിമുട്ടിന് ചെല്ലാറില്ല, സംസാരിക്കാനൊക്കെ മടി. പക്ഷേ ഒരു 5 മിനിറ്റൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിലും വലുതൊന്നുമില്ല. പക്ഷേ ഇതേപോലത്തതായിരിക്കണം. കാലെടുത്ത് സാധാരണ നമ്മ ഇല്ലങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മളൊന്ന് ടോ അതൊക്കെ ഇത്തിരി കൂടുതലാണല്ലോ. ആ ടോ അത് നമ്മൾ പ്രതീക്ഷിച്ച സംഭവം തന്നെയാണ്. പക്ഷെ അതിനകത്ത് ആരുടെയും സ്കിറ്റിലും ഇല്ലാത്തൊരു സാധനമാണ് ഇല്ലാക്ക് പോലും എക്കൂട്ടത്. അതാണ് ബ്രില്യൻ്റ് സാധനം. കാരണം നമ്മൾ മറ്റതിനകത്ത് അവസാനിപ്പിക്കുന്നത് പിന്നെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നണത് ഈ കാല് വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുണ്ണി വരുമ്പോൾ ചാടി എൻ്റെ മേത്ത് കയറിയിരിക്കുന്നു എൻ്റെ അരിത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല അത് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്പൊക്കെ കൊടുത്തിട്ട് പോണ സമയത്ത് വീണ്ടും ആ കണ്ടിന്യൂറ്റിയിലേക്ക് കയറിയിരുന്നത് അപാരമായിരുന്നു കേട്ടോ. അത് ഈ പറഞ്ഞുകൊണ്ട് തന്നെ ക്ലൈമാക്സ് വരുമ്പോൾ ഒരു ഇടിച്ച് നിൽക്കുന്ന ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷിച്ച്. പക്ഷേ ഇത്രയും കൗണ്ടറുകളും ഇത്രയും തമാശയും ക്യാരക്ടർ ബേസിലൊക്കെ നന്നായിട്ട് നിൽക്കുമ്പോൾ അതൊരു വലിയൊരു കുറവാക്കണ്ട. പക്ഷേ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സ്കിറ്റ് വേറെ ലെവലിൽ പോയാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി, സൂപ്പർ. ചേട്ടാ ഈ ഒരു സ്കിറ്റിന് എത്ര രൂപ നമ്മൾ കൊടുക്കും? ഞാനൊരു 20,000 കൊടുക്കും. 20,000. ഓക്കെ. നസീർക്ക? ഞാനും ഒരു 20,000. 20,000. 40,000 രൂപയായിട്ടുണ്ട് ഇപ്പോൾ ഷാജ് ചേട്ടൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ ബാക്കി ഇതാ ഞാൻ തരും. 80,000 രൂപ നേടിക്കൊണ്ട് നമ്മുടെ ബാങ്ക് മണി അടിച്ചിരിക്കുന്നു സിൽവർ പഞ്ച്. അടിപൊളി. അപ്പൊ സിൽവർ പഞ്ച് നേടിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു മനോജേട്ടാ? കുഴപ്പമില്ല. ഞങ്ങൾ ഏറ്റവും കൊണ്ട് നോക്കുന്ന പറഞ്ഞാൽ ഇവനെ എനിക്കങ്ങ് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു ഈ വീട്ടിൽ നിന്ന്. പക്ഷേ ഇവനെ ഞങ്ങളൊരു കോളേജ് പോലെ ആക്കിയെടുത്ത് ഈ സാധനത്തിന്. ഇവളോട് മിണ്ടി കഴിഞ്ഞാൽ കൊല്ലും. പിന്നെ ആദ്യമായിട്ടൊക്കെ അങ്ങനെ ഒരു അടുപ്പം തോന്നുന്ന ഒരാൾക്ക് പോസിറ്റീവ്നെസ് ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ ഈ സ്കിറ്റ് നോക്കി വന്നപ്പോഴാണ് ഇങ്ങനെ ആയിപ്പോയത്. ഇവരെന്നോട് പ്ലാൻ ചെയ്തിട്ട് എന്നെ വശത്താക്കാനുള്ള അങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ റിഹേഴ്സൽ എടുത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ മറിഞ്ഞു പോയത് സ്കിറ്റ്. എനിക്ക് കൂടുതലായിട്ട് ഇതങ്ങായി. ഇവന് നിസ്സാരമായിട്ട് കാണിച്ചതാ സംഭവം. പക്ഷെ ഞാൻ അമിതമായിട്ട് സ്നേഹിച്ചു, അമിതമായിട്ട് സ്നേഹിച്ചു പോയി. അല്ല അങ്ങനെയാണ്, അങ്ങനെയുള്ള ആളുകൾക്ക്. പിന്നെ ഇവൻ മിണ്ടുന്ന ഇഷ്ടമല്ല. ഈ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോവാ. സ്വന്തം വീടാ, സ്വന്തം വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോവാ. ഞാൻ ഇവനെ പറഞ്ഞു കൊടുത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റേ കറി രുചിച്ചിങ്ങനെ ആക്കിയപ്പോ നീ എന്തിനാ അവനെ നക്കിയത്? പ്രതിനോട് ഞാൻ പറഞ്ഞ നീ അഴിഞ്ഞാടിക്കോളാൻ പറഞ്ഞ. അതെ അത് തീർച്ചയായിട്ടും അഴിഞ്ഞാടുക ചെയ്തു. കൊച്ചറിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. അടിപൊളി.
ചേട്ടാ പറ ബാൻമണി പറ ഇനി. പുള്ളിനിപ്പോ ഷൂട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കാതെ എനിക്ക് പേടി. ശരിയാണ്ടത് യൂണിസെക്സ് എന്ന് കണ്ടപ്പോ അവിടെ കിടന്ന് കറങ്ങിയാളാണ്. മാത്രമല്ല പ്രദീപ് പ്ലേ ചെയ്യുമ്പോൾ എത്ര ഓവറായിട്ട് ഇത് ചെയ്താലും അത് നമുക്ക് ഫീൽ ചെയ്യില്ല. പ്രദീപിൻ്റെ ഒരു പ്ലേയുടെ ഗുണം അതാണ്. അപ്പം ഭയങ്കര രസമായിട്ട് ആ പ്രണയമൊക്കെ കുറച്ച് റിയാക്ട് ചെയ്യുന്ന ഈ സൈഡിലേക്കാണ്. അത് ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും കിട്ടും കറക്റ്റായിട്ട്. ഇത് മുഖത്തോട് നോക്കാൻ പറ്റില്ല, ചിരിയും വരുന്നായിരുന്നു. കേട്ടോ എന്നൊക്കെ ചോദിക്കും, മുഖം വേറെ രീതി. എനിക്ക് ചിരി വന്നായിരുന്നു. സൂപ്പർ. വിഷ്ണു ചേട്ടാ ഒരുപാട് സന്തോഷം. ഞാനൊരു ഒരുപാട് നാളുകൂടി ഒരു പഞ്ച് ഇവിടെ അടിക്കണം. അപ്പോൾ ഈ ഒരു ടീമിട്ടപ്പോൾ എനിക്ക് മനോജറിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു സ്കിറ്റ് കളിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ അതേ സ്കിറ്റ് കളിക്കുമ്പോൾ എന്താ തെറ്റുമോ. ഞാനപ്പോൾ അത് പ്രദീപേട്ടനോട് പറയാം, ചേട്ടാ എനിക്കൊരു പേടിയുണ്ട്, ഞാൻ ഒരു പഞ്ച് എനിക്ക് അടിക്കണം അത്യാവശ്യം. അപ്പോൾ പുള്ളി പേടിക്കണ്ടാ, നമുക്ക് പഞ്ചടിക്കാം, നീ ധൈര്യമായിട്ടിരിക്കും ഞാൻ പറയില്ലേ. അപ്പോൾ ഞാൻ ഈ മനോജറിനോട് ഈ ക്യാരക്ടർ എന്നോ പറയാം, മനോജറിന് എപ്പോഴും എന്നാ പറയാം, ക്യാരക്ടർ പിടിക്കണം, ക്യാരക്ടർ നീ മിസ്സാവുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ എല്ലാം എനിക്ക് വിഷ്ണുവായിട്ടായി പോകും. അതെ, ഞാനായിട്ട് തന്നെ കളിക്കുമായിരുന്നു, അന്നേരം ക്യാരക്ടറായി കളിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിനോടുള്ള ആത്മാർത്ഥതയാണ്. സ്വന്തം മീശയാണ് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നത്. ആണോ? ഇതിനൊരു കൗണ്ടർ ഉണ്ടായിരുന്നു പറഞ്ഞു പറയാം. 11 മൂക്കിൽ നിക്കറിട്ടോണ്ട് വന്നൊരു സാധനമായിരുന്നു അത്. ഇവൻ അതിനു വേണ്ടി സ്വന്തം മീശ കട്ട് ചെയ്തായിരുന്നു. ഓ നൈസ്. ആ ഒരു ഡെഡിക്കേഷൻ. അപ്പം അങ്ങനെ ആ ഒരു ക്യാരക്ടർ ഒരു 2 ദിവസം കൊണ്ട് തന്നെ കറക്റ്റായിട്ട് പഠിപ്പിച്ച് തന്നു. അത് രണ്ടുപേരും കേട്ടോ, രണ്ടുപേരും ഞാൻ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കും, ഇവരെനിക്കതൊക്കെ കറക്റ്റ് പറഞ്ഞു തരും. പറഞ്ഞ് ആ ഒരു റിസൾട്ട് ഇപ്പോൾ ഒരു ക്യാരക്ടർ ഇവിടെ വന്നെങ്കിൽ ഇവർ രണ്ടുപേരും കാരണക്കാരാണ്. അത് എനിക്ക് ആ ഒരു ക്യാരക്ടർ ഇവിടെ കിട്ടിയെങ്കിൽ. അപ്പോൾ ഇവർ രണ്ടുപേരോടും ഞാൻ അത് നന്ദി പറയുന്നു. പിന്നെ ഇവിടുത്തെ ഗ്രൂമേഴ്സ്, സാർ, എല്ലാവരോടും, ജഡ്ജസ്, പിന്നെ ഓഡിയൻസ്, അവർ നല്ല സപ്പോർട്ട് ചെയ്തു. താങ്ക്സ്, ഒരുപാട് നന്ദി. ഇപ്പോൾ വേലക്കാരനല്ല കേട്ടോ, പണക്കാരനാ, സിൽവർ പഞ്ച്. അതെ അതെ. അല്ല ചില കൂട്ടുകെട്ട് അങ്ങനെയാണ്, സക്സസ് ആയിരിക്കും അതിന്റെ ബാക്കിൽ. അപ്പൊ നല്ലൊരു കിടിലൻ കോമ്പോ. ഈ ഒരു 3 പേരുള്ള കോമ്പോ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. അപ്പൊ നമ്മുടെ 3 ചേട്ടന്മാർക്ക് നല്ലൊരു ഗൈഡ് നമുക്ക് കൊടുക്കാം. അപ്പം ഇതിനൊരു പാട്ടുമൊക്കെ പ്രതീക്ഷിക്കാവോ ബാൻമണി? ബാൻമണിയുടെ നോക്കാം. ഓ ഫസ്റ്റ് പാട്ട് തന്നെ എന്തായിരിക്കാവോ ചെയ്തില്ലെങ്കിൽ. ഇതിന്റെ സ്ക്രിപ്റ്റ് ഫുള്ള് മനോജേട്ടനാണ് ഇതിന്റെ. അപ്പൊ ഇതിന്റെ 2ാം ഭാഗവും മനോജേട്ടൻ്റെ കയ്യിൽ തന്നെ സെറ്റാ. നീ ബാൻമണി വിളക്ക് വെക്കുന്നവരെ തുടങ്ങണം ഇല്ലത്തില്. അത്താര പക്ഷിക്കാരുണ്ടോ എന്ന് ചോദിക്കണല്ലേ. എന്റെ ഒരു ആക്രാന്തത്തിന്റെ ലെവലിൽ ബാൽമണിയെ വേറെ രീതിയിൽ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? പക്ഷെ ബാൻമണിയെ കൊണ്ടുവന്ന ഈ വേലക്കാരതുകൊണ്ടേ പിന്നീട് വേളമായിട്ടൊരു അടുപ്പാവാം. എന്നും പ്രതീക്ഷിക്കാം. എന്തായാലും കാത്തിരുന്ന് കാണാം. തൽക്കാലം നമുക്ക് ഇവരെ അങ്ങോട്ട് പറഞ്ഞേക്കാം. താങ്ക് യു ചേട്ടന്മാരെ, താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. നമ്മുടെ ഫ്ലോറിലെ അടുത്ത സ്കിറ്റുമായിട്ട്, അടുത്തൊരു കിടിലൻ സ്കിറ്റുമായിട്ട് ദാ എത്തുന്നു നമ്മുടെ സ്വന്തം ദീപു നാവായിക്കോളം, അഭിലാഷ് മല്ലിശ്ശേരി, ഒപ്പം രാജ്മോഹൻ ചേട്ടൻ. വേറെ എന്റെ ദൈവം തമ്പുരാനെ, ഒരു മനുഷ്യൻ ഇവിടെ കിടന്ന് കാരണം ഉറങ്ങുന്നേ നോക്കി. ഇയാൾ ഇതെന്തോ ഭാവിച്ച് തുടങ്ങുക. നാളെ ഗൾഫിൽ പോയി ജോലി ചെയ്യേണ്ട മനുഷ്യനായത്. ഉറങ്ങുന്നേ നോക്കി. കൂട്ടുകാരെല്ലാം കൂടി ഗൾഫിൽ പോകാമെന്ന് ഇയാൾ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എന്നാൽ നമുക്ക് കമ്പനി കൂടാമെന്ന് പറഞ്ഞ് രാത്രി പോയി കള്ള് കുടിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങുക. ഇനിയും 2 കൊല്ലം കഴിഞ്ഞല്ല കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുടിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങുന്ന മനുഷ്യനായത്. എന്തോ ചെയ്യാനാന്ന് പറയും. ഇയാൾ എന്തോ ഭാവിച്ച് തുടങ്ങുമെന്ന് എനിക്കറിയത്തില്ല ചേച്ചി. ഞാൻ എന്തോ ചെയ്യും. ഞാൻ അതാരാടേ എനിക്ക് ഫോൺ വിളിക്കുന്നേ? എൻ്റെ കൂട്ടുകാരി സുലോചനയാ. ഹലോ സുലോചനെ, പറയടി. ഓ ഇല്ല, ഞാനിന്ന് പണിക്ക് വരുന്നില്ല. അതെ, അണ്ണനാന്ന് ഇന്ന് ജോലിക്ക് പോവുക. അയ്യോ അല്ല, ദുബായില്. ദുബായിലാ ജോലിക്ക് വന്ന്. ഇല്ല, നല്ല ശമ്പളം ഉണ്ടെന്നാ പറഞ്ഞത്. ഹലോ സുലോചനെ, ഹലോ. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാ കേട്ടോ. അവൾ എന്നോട് എപ്പോഴും പറയായിരുന്നു, എടീ നിന്റെ വീട്ടിലെ ബുദ്ധിമുട്ടൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ എനിക്ക് തന്നെ അങ്ങ് സങ്കടം വരും. ഞാൻ ചേട്ടനോട് എപ്പോഴും പറയുന്നു പറഞ്ഞു. ഇപ്പൊ അവളെ എൻ്റെ അണ്ണന് ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഉണ്ടല്ലോ, അവളെ അന്നേരം ഫോൺ കട്ട് ചെയ്തത്. ഇങ്ങനെ വേണം കൂട്ടുകാരികൾ. എൻ്റെ പൊന്നു ദൈവം തമ്പുരാനെ, ഇവിടെ ഇത്രയും ബഹളം നടന്നിട്ട് ഈ മനുഷ്യനൊന്നും അറിയുന്നോ നോക്കിയേ. അണ്ണോ എന്തുവാണ്ണ ഇത്? നിങ്ങൾ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് അറബി പറയാൻ തുടങ്ങിയോ? അയ്യോ, അറബി പറഞ്ഞല്ലേ. പിന്നെ ഇന്നലെ ഞാൻ അവന്മാരുമായിട്ട് 2 എണ്ണം അടിക്കാൻ വേണ്ടി പോയില്ലേ, അപ്പൊ ടെച്ചിൻസായിട്ട് കഴിച്ചത് ചേമ്പായിരുന്നു. അതിന്റെ എന്തോ ഒരു സാധനം എന്റെ നാക്കിനകത്ത് കയറി ഉടക്കി, അതെടുത്ത് കളയാൻ വേണ്ടി പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങൾ ഗൾഫിൽ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ആദ്യമായിട്ട് പോവില്ലയോ അണ്ണ, അവിടുത്തെ വെള്ളം നിങ്ങൾക്ക് പിടിക്കത്തില്ലായിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ കുളി കഴിഞ്ഞാൽ ഉടനെ രാസനാദിപ്പൊടി തണ്ടി ഇങ്ങനെ തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. എന്തിന് അണ്ണ? ഈ പനിയും ജലദോഷവും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്.
എന്റെ പൊന്ന് ചന്ദ്രികയെ വിഗിന്റെ മേളിൽ രാസ്നാദിപ്പൊടി തേച്ച് കഴിഞ്ഞാൽ പനി മാറില്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം. ഞാനൊരു കാര്യം പറയാം, മനുഷ്യന് ഇച്ചിരി മനസ്സമാധാനം തരണം. ആദ്യം നിന്റെ ഈ വളവളപ്പൊന്നും നിർത്താവോ? എന്തിനാ ഇങ്ങനെ വാവെക്കുന്നത്? ഞാൻ വാവക്കുന്ന പ്രശ്നം. പിന്നെ നീ ഇങ്ങനെ വാവച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് മനുഷ്യന് സമാധാനം എന്താ? ഞാൻ വാവക്കുന്നതല്ല, ഇവിടെ വാവക്കാൻ വേണ്ടി വേറൊരുത്തൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഞാനറിയാതെ ആരാ ഇവിടെ പാവിക്കാൻ വരുന്നത്? അയ്യോ, പാവിക്കാൻ വരുന്നല്ല പറഞ്ഞത്. പിന്നെ ഇപ്പൊ പാവിക്കാൻ വരുന്ന കാര്യമല്ലേ ഈ പറഞ്ഞത്? എന്തോ ഈ പറയുന്നത്? കള്ളു കുടിച്ചതിന് ബോധം ഇതുവരെ മാറിയില്ലയോ? എന്ത് വാവ് ചന്ദ്രിക? എന്നാ ഞാൻ പറഞ്ഞതല്ല, നിങ്ങളെ കൂടെ കൊണ്ടുവന്ന് പണി പഠിപ്പിച്ച ഒരാള് വരുന്നെന്ന്. നിങ്ങളുടെ അമ്മാവൻ. ആര്? കരിങ്കണ്ണം കാണാറുണ്ട്. എന്റെ ദൈവമേ, അങ്ങേര് നിന്നെ വിളിച്ച? എന്നാ നിങ്ങളുടെ അച്ഛന്റെ കാര്യം പറഞ്ഞു ഒരുപാട് കരയുമായിരുന്നു അയാള്. അച്ഛൻ ഭരിച്ചിട്ട് 25 വർഷമായി. അന്ന് കരയാത്ത ആൾ 25 വർഷം കഴിഞ്ഞ് ഫോണിൽ വിളിച്ച് എന്തിന് കരയുന്നു? എന്തിനാണ് സംഭവം? എന്താണ് സംഭവം എന്ന് പറയുന്നത്? നിങ്ങൾ ഇതുവരെ ഗൾഫിൽ പോകുന്ന കാര്യം അമ്മാവനോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അങ്ങാര് കിടന്ന് കരയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തേ. എന്റെ പൊന്ന് ചന്ദ്രിക, അങ്ങേരുടെ പേര് കരിങ്കണ്ണം കണാരെന്നാണ്. അങ്ങേരത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരും. ദൈവം തമ്പുരാനെ ഇടി, അങ്ങേരെങ്ങാനും വന്നു കഴിഞ്ഞാൽ പണിവാളും. ഈ കരിങ്കണ്ണം കണാറിന്റെ അടുത്ത് പിടിച്ചു നിന്നിട്ടുള്ള ഒറ്റയാളേ ഉള്ളൂ. ആരാണ്? അതിന്റെ അമ്മ തീയായിരുന്നു. തീയോ? ആ, ബസുമതി. എനിക്കറിയത്തില്ല അമ്മയുടെ പേര്. പറഞ്ഞു തീർന്നുള്ള തോണ്ട് വരുന്നുണ്ട. എന്റെ അമ്മ എങ്ങോട്ടെങ്കിലും ഓടി പോയാലോ? അഴലിനിരുളിലിടറുമീ തരളമിഴികളിൽ എന്റെ അമ്മാവാ അറിയോ? പിന്നെ എനിക്കും അറിയാം. പടിവേലുവിനെ അനുകരിച്ചല്ലേ? പടിവേലുവിനെ അനുകരിച്ചാടാ ഞാൻ. പിന്നെ നീ ദുബായ് മറിച്ചു വെച്ചല്ലടാ. എന്തുമാണ് ഈ പറയുന്നത്? അത്രയും വലിയ ദുബായ് ഞാൻ ആർക്ക് മറിച്ചു വിറ്റെന്ന്? ദുബായ് മറിച്ചു വിറ്റെന്നാണ്. ദുബായ് മറിച്ചു വിട്ടെന്നല്ല പറഞ്ഞത്. പിന്നെ ഈ ദുബായ് പോണ കാര്യം എന്റെ അടുത്ത് നീ മറച്ചു വെച്ചു. അയ്യോ, ഞാൻ അതിന് ദുബായിലല്ല പോകുന്നത്. പിന്നെ എവിടെ? കുവൈറ്റ്. അത്ര വെയിറ്റ് ഒന്നും വേണ്ട കേട്ടാ. നീ പോകുന്ന നീ എന്റെ കൂടെ നിന്ന് പോയി വെൽഡിംഗ് പണി പഠിച്ചതാണ് എന്റെ വർക്ക്ഷോപ്പിൽ നിന്ന്. പക്ഷെ നീ പോകുന്ന സമയത്ത് എന്റെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞില്ല. മോശമാണ്, മോശം. നീ പറഞ്ഞില്ല നീ കുവൈറ്റിലാണ് ഗൾഫിൽ പോകണമെന്നൊക്കെ പറഞ്ഞില്ലേ? ഞാനും പണ്ട് കുറെ കിടന്ന് പോയത് തന്നെ. എന്റെ 18ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ ഞാൻ നേരെ പോയത് ദുബായിലല്ലേ. പിന്നെ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലേ ഇവിടെ വന്ന് വെൽഡിംഗ് പരിപാടി കാര്യങ്ങളെല്ലാം ചെയ്തത്. നീ ഭയങ്കര ജാട നീ കാണിക്കട്ടെ കേട്ടാ. ഞാൻ സത്യം, ഞാൻ പോകുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പോലെ ഈ വിമാനവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അങ്ങനെ പോയ ഭയങ്കര സംഭവം. ഞാൻ ഉരുവിലാണ് പോയത്. അമ്മാവനെ സമ്മതിക്കണം. ഇവിടുന്ന് അവിടെ വരെ ഉരുണ്ട് പോയത്. ഉരുണ്ട് പോയെന്നല്ല പറഞ്ഞത്, ഉരുവില് കപ്പലിലാണ് പോയത്. അങ്ങനെയാണോ പറഞ്ഞു? ഭയങ്കര കഷ്ടപ്പെട്ട ഇവപ്പ കിടന്ന് ഭയങ്കര ഷൈൻ ചെയ്യുന്നില്ലേ? അന്നത്തെ കഷ്ടം എന്ന് പറഞ്ഞ ഭയങ്കര സംഭവം. അന്ന് വാർത്താവിനിമയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഫോണും പിന്നെ വീഡിയോ കോളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മോളെ. അന്ന് എഴുത്താണ്. എന്റെ കൂട്ടുകാരന്മാര് സ്വന്തം വീട്ടിലേക്ക് കത്തെഴുതുമ്പോ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. സത്യം, എന്റെ സങ്കടങ്ങളെല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കി ഞാൻ നോക്കിയിരിക്കൂടാ കേട്ടോ. എഴുത്തും വായന അറിയാത്തയാന്ന് പറയരുത്. കയറിയിരുന്നത് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല മോളെ. പണ്ട് ഞാൻ അവിടെ പോകുന്ന സമയത്തുണ്ടല്ലോ, സത്യം പറഞ്ഞ മലയാളികൾക്ക് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല മോളെ. ഹർത്താലല്ലെന്ന്. അറബികൾ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കും. ഭയങ്കര പ്രശ്നമാണ്. അണ്ണൻ പോയി അടിക്കുവാണ്. 4 ആൾ കൂടി കഴിഞ്ഞാൽ ഭയങ്കര വിഷയവും, മനസ്സിലായില്ലേ? അപ്പൊ നമ്മളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ഒത്തുകൂടും. അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം കൂടെ ഓ മാൻ ഓ മാൻ ഓ മാൻ എന്ന് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെടും. അങ്ങനെയാണ് പിൽക്കാലത്ത് ഒമാൻ എന്ന് പറയുന്ന രാജ്യം തുടങ്ങിയത്. കണ്ടോ കണ്ടോ, നിങ്ങൾക്ക് അമ്മാവനെ പുച്ഛം. ഒരു രാജ്യം കണ്ടുപിടിച്ച മനുഷ്യനെ നിൽക്കും നിങ്ങളുടെ അമ്മാവനാ. കുറച്ചു നേരം കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കേരളം ഉണ്ടാക്കിയ മനുഷ്യനാന്ന് വരെ പറയും. ഉള്ള സമയത്ത് പറഞ്ഞു വിടുന്നതാണ് നല്ലത്. ദേ, ഇങ്ങോട്ട് കയറി വന്ന് എന്റെ കുടുംബം എന്നെ സമാധാനം കളയാനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ വന്ന വഴി പൊക്കോണം. നല്ല കാര്യമാടാ, നല്ല കാര്യം. നീ എന്റെ കൂടെ വന്നിട്ടാ രക്ഷപ്പെട്ടത്, മനസ്സിലായോടാ? എങ്ങനെ രക്ഷപ്പെട്ടത്? എടാ, എന്റെ കൂടെ വന്നിട്ട് എത്ര പേരാണ് രക്ഷപ്പെട്ടെന്ന് അറിയാമോ? എന്റെ ഭാര്യ എന്റെ കല്യാണം കഴിച്ചിട്ട്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ അവള് രക്ഷപ്പെട്ടു. കണ്ടോ, അമ്മാവിയുടെ കാര്യമായി മാമൻ ഈ പറഞ്ഞോണ്ടിരിക്കും. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? പിന്നെ വർക്ക്ഷോപ്പിൽ പണിക്ക് വന്ന വേലപ്പൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ കൂടെ പുള്ളിക്കാരി പോയി രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇയാളുടെ അടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്തയെ നമുക്കുള്ളൂ. ചെറുക്കാതാണ്ട് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ വെച്ച് അടിച്ചു കേട്ടെ. പറഞ്ഞിട്ടുണ്ട് മോളെ. എന്റെ സത്യം പറഞ്ഞ എന്റെ ബിസിനസ് പറഞ്ഞാൽ ഭയങ്കര സംഭവം. വെറും 1000 രൂപ തുടങ്ങിയത് 1000 രൂപയിൽ ഞാൻ തുടങ്ങിയതാ. ഇപ്പൊ 5 ലക്ഷത്തിൽ വന്നിരിക്കുകയാണ്. അറിയാവോ? നിങ്ങൾക്ക് ഇത് വല്ലതും അറിയാമോ മനുഷ്യ? നിങ്ങൾ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? കണ്ടോ, നിങ്ങൾ എന്തിനാ ഈ കാശ് മുടക്കി ഗൾഫിലോട്ട് കയറി പോന്നെ? അമ്മാവൻ 1000 രൂപ ശമ്പളത്തിന് തുടങ്ങിയതാ. ഇപ്പൊ 5 ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്നാ മാമൻ പറയുന്നത്. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? എന്റെ പൊന്ന് ചന്ദ്രിക, ഇങ്ങനെ പറയുന്നത് നിനക്ക് മനസ്സിലാവാത്ത കൊണ്ടാണ്. 1000 രൂപ കടം മേടിച്ച് തുടങ്ങിയ ബിസിനസ് ആണ്. അതിപ്പോ 5 ലക്ഷം രൂപ കടത്തി വന്ന് നിൽക്കുവാന്നാണ് ഈ പറയുന്നത്. ആ കടം ഞാൻ തീർത്തു കൊടുക്കാൻ റൂട്ട് മാറ്റി അടിക്കുവാണ് ഇയാൾ.
ഇയാളെ കൊണ്ട് തോറ്റ്. ഇയാൾ ഇങ്ങനെ തന്നെ പറയുള്ളൂ. പിന്നെ ഇയാൾ പറഞ്ഞല്ലോ എന്നെ പഠിപ്പിക്കുന്നു. എടി ഇയാളുടെ വർക്ക്ഷോപ്പിൽ ഒരു പരിപാടിയും നടക്കാറില്ല. ഇങ്ങനെ വേറെ എന്തോ ഉദ്ദേശത്തിനാണ് ഇവിടെ കയറി വന്നതെന്ന് എനിക്ക് നല്ല ഞാൻ പറഞ്ഞു. ഇവിടെ വന്ന് എന്റെ സമാധാനം കളയരുത്. ഇവിടുന്ന് ഇറങ്ങി പൊക്കോണം. ഞാൻ പോണല്ലോടാ ഇപ്പൊ. എത്രയായാലുമെൻ ഉണ്ണിയല്ലേ എന്റെ കൈവിരൽ തുമ്പു പിടിച്ചേ നടക്കാറുള്ളൂ. യവൻ കൈമുരൽ പിടിച്ചേ ഇടിക്കാറുള്ളൂ. അത്രേ അങ്ങനെ വളർത്തിയോ നിന്നെ കേട്ടോ. നിന്നെ അങ്ങനെ വളർത്തിയോ ഞാൻ. ആര് വളർത്തിയെന്നാണ് പറയുന്നത്? നിങ്ങൾ എനിക്കൊരു കോല് മിഠായി പോലും മേടിച്ചു തന്നിട്ടില്ല. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് ഒരു കരിക്ക് ഞാൻ എടുത്ത് തിന്നേന് എന്റെ കൊരവള്ളിക്ക് പിടിച്ച് ഞെക്കി ആ കരിക്കും വെള്ളം ഛർദിപ്പിച്ച മനുഷ്യനാണിത്. ആളറിയാതെ വല്ലതും ചെയ്തായിരിക്കും. പിന്നെ സുമതിയുടെ മോനല്ലടാന്ന് പറഞ്ഞാണ് എന്റെ കരുത്തെ കയറി പിടിച്ചത്. എന്നിട്ട് എങ്ങനെയാണ് ആളറിയാതിരിക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം. നിങ്ങളിപ്പോ വന്ന എന്റെ ഉദ്ദേശം എന്താ അത് പറ. മോനെ എന്തായാലും നീ പോവല്ലേ? ഞാൻ പോകാൻ തീരുമാനിച്ചു. ഒരു കാര്യം ചെയ്യ്, തട്ടിപ്പറിക്കേ. നിങ്ങളുടെ കയ്യിരിക്കുന്ന പേപ്പർ ഞാൻ എന്തിനാണ് തട്ടിപ്പറിക്കുന്നത്? ഇടാ രക്ഷപ്പെടാ, തട്ടിപ്പറിക്കടാ. എന്തിനാ ബാബ തട്ടിപ്പറിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും തട്ടിപ്പറിക്കി. നിങ്ങളുടെ കയ്യിരിക്കുന്ന പേപ്പർ ഞങ്ങൾ എന്തിനാണ് തട്ടിപ്പറിക്കുന്നതെന്ന്? മക്കളെ, നമ്മൾ ഒരു സ്ഥലത്ത് പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു അംഗീകാരം തരൂലേ? സർട്ടിഫിക്കറ്റ് ആണോ മാമ? അത് തന്നെ, അതെനിക്ക് കിട്ടില്ല. സർട്ടിഫിക്കറ്റിന് പറഞ്ഞാണ് തട്ടിപ്പറിക്കാൻ. എന്നാ പോയി കൊണ്ട് രക്ഷപ്പെട്ടു പോ. കൊണ്ട് രക്ഷപ്പെടാൻ നോക്കണ്ട. നിനക്ക് പ്രാന്താന്നാ ചന്ദ്രി? നോക്കണ്ട, നല്ല സർട്ടിഫിക്കറ്റ് ആണോ നോക്കി. ഏതോ പറ്റു ബുക്കിന്റെ നടുപേജ് കീറി അതിനകത്ത് കണാരൻ എഴുതി വെച്ചേക്കുവാണ്. ഇതെന്തിനാ അണ്ണൻ കൊണ്ട് തന്നെ? ഈ പൈസയും കൂടെ തീർക്കാൻ വേണ്ടിട്ടുള്ള റൂട്ട് മാറ്റി അടി. ഇയാള് റൂട്ട് മാറ്റി അടിക്കാൻ പണ്ടേ മിടുക്കനാ. ഒരു കാര്യം ഞാൻ പറയാം. വന്നത് ഇത്ര സമയമായി. വല്ലോ ഉണ്ടെങ്കിൽ കൊടുത്ത് വിട്ടേക്കണം. ഞാൻ അകത്തോട്ട് പോയിട്ട് വരുമ്പോ ഇങ്ങനെ ഇവിടെ കാണരുത്. അറിയാലോ, ഞാൻ പറയാം. ഇയാൾ ആള് തരികിടയാ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. മനസ്സിലായല്ലോ? എന്തിനാണ് എനിക്ക് ഇത് നീ കൈ വെച്ചോ. പുള്ളി വന്ന തട്ടിപ്പറിക്ക്. ചോറ് വന്ന് വിടാൻ പറഞ്ഞു അണ്ണൻ. നല്ലതാ മോളെ, നീ ചതിക്കപ്പെട്ടടി. ഞാനോ? സത്യം, നീ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. എന്തോ മാമ? ഇവൻ ഗൾഫിൽ പോണെന്ന് പറഞ്ഞ് പോയില്ലേ? ഇവൻ പോണത് എവിടെയെന്ന് അറിയാമോ? കുവൈറ്റിൽ പോയിട്ട് ഇവന് പല പരിപാടികൾ ഇവനുണ്ട്. എന്തോ കാണിക്കാൻ പോവാ? ഇവൻ അവിടെ നിന്ന് ജോലി ചെയ്യുക, എന്നിട്ട് ബെല്ലി ഡാൻസ് കാണുക, എന്നിട്ട് പൈസ അവിടെ അങ്ങോട്ട് മറിക്കുക. അതാണ് അവൻ ചെയ്യുന്നത്. നീ ചതിക്കപ്പെട്ടു. എന്തോ ഡാൻസാ മാമ? ബെല്ലി ഡാൻസ് എന്ന് പറഞ്ഞൊരു ഡാൻസ് ഉണ്ട്. ഭയങ്കര സംഭവം അത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അറിയാമോ? ഞാൻ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു പൈസ പോലും എന്റെ കയ്യിലായിരുന്ന വെറും പെട്ടിയായിട്ടാണ് ഞാൻ വന്നറിയാവോ? എന്താ അങ്ങനെ വന്നത്? ബെല്ലി ഡാൻസിന് കൊണ്ട് കൊടുത്തു. പൈസ അതാ പറഞ്ഞത്. എന്റെ പോക്ക് ആ ചതി പറ്റരുത്. അതുകൊണ്ടാണ് ഈ പറയണത്. ഇയാൾ എന്നെ ചതിക്കാനാണ്. ഇയാളെ ഞാൻ വിടത്തില്ല മാമ. വിടരുത് മോളെ, വിടത്തില്ല ഞാൻ ഇയാളെ. പിന്നെ എന്തായാലും ഇങ്ങോട്ട് വരട്ടെ. അകത്ത് വെച്ചിരിക്കുന്ന എണ്ണ ഒന്നും കാണുന്നില്ല. എണ്ണയൊക്കെ എവിടെ? എണ്ണ പിണ്ണാക്കൊക്കെ പിന്നെ എടുത്തു തരാം. പിണ്ണാക്കോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അണ്ണന് ഡാൻസ് ഇഷ്ടമാണെന്ന്? ഡാൻസ് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മാമ ഡാൻസ് ഇഷ്ടമാണ്. അതാ ഞാൻ പറഞ്ഞത്. എന്റെ വർക്ക്ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ തൊട്ടപ്പുറത്തുള്ള അക്ഷയയിലെ ഒരു പെങ്കൊച്ചിനെ വളച്ചു. പിന്നെ അതിനപ്പുറത്ത് നിന്ന വേറൊരു പെങ്കൊച്ചിനെ ലാഭിക്കുന്നത് എത്ര കുട്ടികളാണ്. എന്റെ ദൈവമേ, ഈ കാലിൽ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല മാമ. വിടരുത്. ശരിക്കും പറഞ്ഞ അണ്ണൻ എന്തിനാ ഇപ്പൊ ഗൾഫിലോട്ട് പോന്നെ? ഗൾഫിലോട്ട് പോണേ എന്തിനാ? പണിയെടുക്കാൻ പോണു. ഞാൻ ഒരു കാര്യം പറയട്ടെ, അണ്ണൻ പോണ്ട. പോണ്ട അണ്ണന്. അതെന്താ? അണ്ണൻ പോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോണ്ട. എടി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് ഗൾഫിലൊരു വിസ വന്നേക്കുന്നത്. ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടാൽ മതി. അണ്ണൻ പോണ്ടെന്നാ ഞാൻ പറഞ്ഞു. ഇവിടെ കിടന്ന് കഷ്ടപ്പെടാൻ എനിക്ക് പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് രക്ഷിച്ച് പച്ച പിടിക്കണം. അതിനാണ് ഗൾഫിൽ പോകുന്നത്. ഇപ്പൊ ഇത്ര പെട്ടെന്ന് പോകണ്ടെന്ന് പറയാൻ ഒരു കാര്യം ചെയ്യ്, അണ്ണൻ എന്നെ കൂടെ എന്നെ കൂടെ കൊണ്ടുപോയാൽ മതി. എടി പെണ്ണ, അതൊന്നും ഇപ്പൊ ഉടനെ നടക്കത്തില്ല. ആദ്യം ഞാൻ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ ആയി രക്ഷപ്പെടാൻ പറ്റുമോ നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നിന്നെ. ഇപ്പൊ എന്താ ഇവക്ക് പെട്ടെന്നൊരു പൂതി? ഇതുവരെ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നീ തോർത്തിനെറിയുമല്ലേ? ഞാൻ അറിഞ്ഞില്ല. അമ്മാവ പറയുന്നത് കേട്ടോ. ഞാൻ മോശമാണ് മോളെ, വളരെ മോശമാണ്. ഒരു ഭർത്താവിനെ ഇങ്ങനെ തോർത്തിനെറിയുന്നത് വളരെ മോശമാണ് മോളെ. എടി ഞാൻ എങ്ങനെയെങ്കിലും അവിടെ പോയി രക്ഷപ്പെടാൻ മതി. ഇപ്പൊ നിനക്ക് എന്താ പെട്ടെന്നൊരു മനമാറ്റം? നിന്നെ കൂടെ കൊണ്ടുപോകാനാ. ഞാൻ ടൂറിനൊന്നും പോവല്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കൂലിപ്പണി ചെയ്ത് ജീവിച്ചോളാം. നിനക്കൊന്നും രക്ഷപ്പെടാൻ യോഗമില്ല. മാമ അയാൾ പോകുന്നില്ലെന്ന്. പോണ്ട, അവിടെ കേട്ടോ. എന്റെ കൂടെ ബിൽഡിങ്ങിന് വരട്ടെ, ഞാൻ അവനെ സെറ്റാക്കി വിടാം. അവനെ ഞാൻ റെഡിയാക്കി വിടൂലേ. അണ്ണ അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞാണ് അണ്ണൻ പോണ. ഒരു കാര്യമുണ്ട്, അണ്ണൻ പോയിട്ട് 2 ദിവസം കഴിയുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണം. എടി പെണ്ണെ, അങ്ങോട്ട് ചെന്ന ഉടനെ 2 ദിവസം കൊണ്ട് വിസയൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആദ്യം ഞാൻ അവിടെ നിന്ന് ചെല്ലട്ടെ, എന്നിട്ട് രക്ഷപ്പെടാൻ പറ്റൂടെ നോക്കട്ടെ. അത് കഴിഞ്ഞ് നിന്നെ കൊണ്ടുപോകുന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്തായാലും കൊണ്ടുപോകണം എന്നെ. ഓക്കെ, ആദ്യം ഞാനൊന്ന് പോട്ട്. അങ്ങനെയാണെങ്കിൽ മോനെ ഒരു കാര്യം ചെയ്യും. എന്ത്? അവിടെ ചെന്നിട്ട് ഒരു വിസ എനിക്കൂടെ സെറ്റാക്കും. എന്തിന്? ഇവിടെ പോയാ ബെല്ലി ഡാൻസ് കാണാലോ. ഇടിവെട്ടി കരിഞ്ഞിരിക്കുന്ന തെങ്ങിന്റെ മൂട്ടി വളവിട്ടിട്ട് എന്ത് കാര്യം അമ്മാവ? ചിലപ്പോ കിളിർത്താലോ.
നേരെ കമന്റ്സിലേക്ക് കടക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ് എന്ന് ചോദിക്കാം. ബിജുകുട്ടൻ ചേട്ടാ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഗൾഫിൽ പറഞ്ഞു നടക്കുന്ന ആ സംഭവങ്ങളൊക്കെ നന്നായിരുന്നു. എന്താണ് അപ്പോൾ ഇത്തിരി തമാശയുടെ കുറവ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. 3 പേരും കൂടി ചേരുമ്പോൾ നമ്മൾ ഇതല്ല പ്രതീക്ഷിക്കുന്നത്. കാരണം ജനങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല കളിയൊക്കെ ആയിരുന്നു, നല്ല കളിയും കാര്യങ്ങളൊക്കെ. പിന്നെ തീമും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഗൾഫിൽ പറഞ്ഞു നടക്കാണ്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അമ്മാവനെ കൂടി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഐഡിയക്ക് അമ്മാവൻ തന്നെയാണ്. അപ്പോൾ അതൊക്കെ പൊളിച്ചെഴുതുന്ന സാധനങ്ങളും തല്ലിയെടുക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിരുന്നു. പക്ഷേ അതിൻ്റെ കൗണ്ടറുകൾ ഉണ്ടായിരുന്നെങ്കിൽ വളരെ നല്ല സ്കിറ്റായി മാറിയേനെ. ആരെങ്കിലും ഒരു ഭാഗത്തുനിന്ന് കുറച്ചും കൂടി കൗണ്ടറുകൾ ഉണ്ടായാലും മതി. കാരണം ഒറ്റക്ക് നിന്ന് കളിച്ചാലും നമുക്ക് കയറ്റാൻ പറ്റിയ ആൾക്കാർ തന്നെയാണ് നിങ്ങൾ 3 പേരിൽ ആരെങ്കിലും ഒരാൾ ശ്രമിച്ചാലും. പക്ഷെ 3 പേരുടെ ഭാഗത്തുനിന്നും ഈ തമാശകൾ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കിയാൽ മതി. വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അങ്ങനെയാണല്ലോ. കാരണം ഒരു ഇറക്കത്തിൽ ഒരു കയറ്റം ഉണ്ടാവും, അങ്ങനെ കയറുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ഷാജി ചേട്ടാ. നല്ല പെർഫോമൻസ് ആണ്, ഏറ്റവും നന്നായിട്ട് പെർഫോം. രാജ്മോഹനൊക്കെ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് ഒരു സെക്കൻഡ് ഗ്യാപ്പില്ലാതെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല എല്ലാവരും അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യണം എല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ട് നമുക്ക് ആ ഹ്യൂമറിലേക്ക് എത്താതാകുമ്പോൾ ഉള്ളൊരു പ്രശ്നമുണ്ട്, അതായത് അതിനകത്തുള്ള കൗണ്ടറുകളുടെ. അപ്പം അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് ഹ്യൂമർ അത്ര കിട്ടിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി നമുക്കിപ്പോൾ ഹ്യൂമറിൻ്റെ ലെവല് കൂടുക, കൗണ്ടറുകൾ നിറയെ വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ സംഭവം. കുറച്ച് ഏരിയകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ദീപുവും നിങ്ങൾ തമ്മിലുള്ള കുറേ കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ചുകൂടെ കൂടുതൽ പ്രതീക്ഷിക്കും, കാരണം അതുപോലുള്ള ആർട്ടിസ്റ്റുകളാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത സ്കിറ്റിൽ നമുക്ക് ഗംഭീരമാക്കാം, നല്ലൊരു പഞ്ച് കിട്ടും. നല്ല കണ്ടന്റ് ആയിരുന്നു കേട്ടോ. ആ നല്ല കണ്ടന്റിലൊരു 10 കൗണ്ടറും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെ. നല്ല രീതിയിൽ നിങ്ങൾ 3 പേരും അവതരിപ്പിച്ചു. പിന്നെ ഡ്യൂറേഷൻ കുറവാണെന്ന് തോന്നുന്നു, കുറച്ച് ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്തു, പെട്ടെന്ന് തീരുന്ന പോലെ തോന്നി. നല്ല രീതിയിൽ ചെയ്തു, പക്ഷേ ചിരിയുടെ ഏരിയകളാണ് നമുക്ക് ക്ഷാമം ഫീൽ ചെയ്തത്. ആ ലെറ്റർ കൊടുത്തില്ലേ, നമ്മൾ അതിൻ്റെ അകത്തൊക്കെ നല്ലൊരു സാധനം പ്രതീക്ഷിച്ചു, എന്തെങ്കിലും ഒരു അമ്മാവൻ എഴുതി അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അതിലെന്തെങ്കിലും ഉള്ളതായിരുന്നോ? ഇല്ല, ചുമ്മാ ഒരു പേപ്പർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അകത്ത് നമുക്ക് പെട്ടെന്ന് ചിരിക്കാനൊന്നും ഇതില്ല. അല്ലെങ്കിൽ ഇത് അവിടെയുള്ള ആർക്കെങ്കിലും അറബിക്ക് കൊണ്ടല്ലോ കൊടുത്താൽ മതി, ഞാനിവിടെ തന്നുവിട്ടാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഡയലോഗ് കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഈ വരുന്ന എൻ്റെ പയ്യനാണ്, അവനെ നോക്കിക്കോണം, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പീസുകളായിരിക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പം അതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കാമായിരുന്നു. സാരമില്ല, അടുത്ത പ്രാവശ്യം ഗംഭീരമാക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. നസീറിക്ക തന്നെ എന്നാ മാർക്ക് പറഞ്ഞ തുടങ്ങിക്കോ. ഞാനൊരു 8000 രൂപ. 8000 രൂപ. ബിജുകുട്ടൻ ചേട്ടാ? ഞാനൊരു 6000 രൂപ. 6000 രൂപ. അപ്പൊ 14000 രൂപയാണ് ഇപ്പോൾ ടോട്ടൽ. ഷാജി ചേട്ടൻ റിവീൽ ചെയ്യും ചേട്ടാ പ്ലീസ്. ബാക്കിതാ 30,000 രൂപയാണ് ഈ സ്കെച്ച് നേടിയിരിക്കുന്നത്. കുഴപ്പമില്ല, നിങ്ങളെല്ലാം നമ്മുടെ സ്വന്തം കിടിലം ആർട്ടിസ്റ്റുകളാണ്. അടുത്ത തവണ നമ്മൾ എന്തായാലും പഞ്ചടിക്കും കേട്ടോ. ഓക്കെ ചേട്ടന്മാരെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഒരു ഡബിൾ ധമാക്ക എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ഒരുപാട് ചിരിച്ചു അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരെയും ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Bye.